നിങ്ങൾ ആരും ഇനി റിപ്പീറ്റ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറയാൻ പോകുന്നൊരു വീഡിയോ അല്ല ഇത്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തുന്നത് വരെ അതിൽ കടിച്ചു തൂങ്ങി കിടക്കണമെന്നും പറയാൻ പോകുന്നൊരു വീഡിയോ അല്ല ഇത്. നമ്മുടെ നാട്ടിലെ കുറേ കുട്ടികളെങ്കിലും ഒരു സാധനത്തിൽ കുടുങ്ങി കിടക്കുകയാണ്, റിപ്പീറ്റർ ഡൂം സൈക്കിൾ. എസ്പെഷ്യലി നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ ഒരുപാട് സമയവും കാശൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി എക്സാം ക്രാക്ക് ചെയ്യാതെ എങ്ങനെ ഇത് നിർത്താൻ പറ്റും? ഇനി ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയാലോ? ഡോക്ടറാകാതെ തിരിച്ചു തന്ന വീട്ടുകാരുടെ നാണക്കേട്, അതുപോലെ നാട്ടുകാരുടെ കളിയാക്കൽ. ഇനിയിപ്പോൾ ഈ റിപ്പീറ്റിംഗ് പരിപാടി നിർത്തിയാൽ തന്നെ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കും? മറ്റ് കോഴ്സുകളെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. ഇതുപോലത്തെ ചിന്തകൾ കാരണം ഈ ഒരു എക്സാം സൈക്കിളിൽ തന്നെ സ്റ്റക്കായി കിടക്കുന്നതിനെയാണ് ഈ ഒരു റിപ്പീറ്റർ ഡൂം സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഒരു കാര്യം ആദ്യമേ പറയാം, വി ഷുഡ് നെവർ ഗിവ് അപ്പ് ഓൺ അവർ ലൈഫ്. ബട്ട് സംടൈംസ് നോട്ട് ഗിവിങ് അപ്പ് മീൻസ് മൂവിങ് ഓൺ ഫ്രം സം തിങ്സ്. സോ എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുക? ആരാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകേണ്ടത്? ആരാണ് സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ പോകേണ്ടത്? ആർ യു ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ് വിത്ത് നീറ്റ് എക്സാം? അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് യു ഡു? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നീറ്റ് എക്സാം പ്രിപ്പറേഷൻ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. സ്റ്റെപ്പ് 1 ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ സിലബസ് ആൻഡ് സ്റ്റെപ്പ് 2 ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാം. +1 +2 ടോപ്പിക്സ്, അതിൻ്റെ തിയറിയൊക്കെ മനസ്സിലാക്കി അതിലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നതാണ് സ്റ്റെപ്പ് 1. ഈ പഠിച്ച തിയറീനെ നീറ്റ് എക്സാമിൻ്റെ പാറ്റേണിൽ ടൈം ബൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നതാണ് സ്റ്റെപ്പ് 2. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, അപ്പോൾ +1 +2 നല്ലോണം പഠിച്ചൊരു കുട്ടിക്ക് എളുപ്പത്തിൽ നീറ്റ് ക്രാക്ക് ചെയ്യാമല്ലോ. ശരിയാണ്, അങ്ങനെ ക്രാക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ഐഡിയൽ സിനാരിയോ ശരിക്ക് +1 +2 ടൈമിൽ തന്നെ ഈ സ്റ്റെപ്പ് 1 and 2 കംപ്ലീറ്റ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ള. പക്ഷേ അതൊരു മൈനോറിറ്റി ഗ്രൂപ്പാണ്. അതിനുള്ളൊരു ക്ലീഷേ ആൻസർ അവർക്ക് ഭയങ്കര IQ ആണ്, അല്ലെങ്കിൽ അവർ ബ്രില്യൻ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് +2 ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്തതെന്നൊക്കെ ആയിരിക്കും. ഐ ഡോണ്ട് റിയലി ബിലീവ് ഇൻ ദാറ്റ്. ആ കുട്ടികളൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ടേ ഇതിനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസായി പിന്നെ +1 +2 ഈ എൻട്രൻസ് എക്സാമിനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പ്രിപ്പയർ ചെയ്തവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്ത് പോകുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് എന്നെപ്പോലുള്ളവരാണ്. ഞാൻ +1 +2 ഒക്കെ നീറ്റ് കോച്ചിങ് കിട്ടുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലാണ് പഠിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് അവിടെ പോയത്. പക്ഷേ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ 10ാം ക്ലാസ് ബോർഡ് എക്സാമിൻ്റെ മാർക്കും +2 ബോർഡ് എക്സാമിൻ്റെ മാർക്കും വലിയൊരു മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കിനെ റിസ്ക് ചെയ്തുകൊണ്ട് പ്യുവർലി നീറ്റ് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നില്ല. അങ്ങനെ കൂടുതൽ ഫോക്കസ് ബോർഡ് എക്സാമിന് കൊടുത്തു. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി, ബട്ട് സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ളവർ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ്. അവർ ആ റിപ്പീറ്റ് ഇയറിൽ ഓൾറെഡി മനസ്സിലാക്കി വെച്ച തിയറി ശരിക്കും അപ്ലൈ ചെയ്യാൻ പഠിക്കും. അങ്ങനെയുള്ളവർ ഫസ്റ്റ് ഒരു റിപ്പീറ്റിന് ശേഷം തന്നെ എക്സാം ക്രാക്ക് ചെയ്ത് പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടെന്ന് വെച്ച് സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആക്കി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ +2 എക്സാമിന് നല്ല റിസൾട്ട് കിട്ടാൻ ഇൻഡെപ്ത് ആയിട്ടുള്ള സിലബസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമില്ല. ഇങ്ങനെയുള്ളവരാണ് ഇനി വരുന്ന കാറ്റഗറീസിലുള്ളത്. മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് +1 +2 ഒക്കെ നല്ല രീതിയിൽ സ്കൂൾ നല്ലോണം പഠിച്ചു, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കോച്ചിങ് എന്ന രീതിയിൽ ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. അവർ ശരിക്കും റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്യുന്നത്, അതുപോലെ സ്റ്റെപ്പ് 2 തുടങ്ങുന്നത്. പലപ്പോഴും അവർക്ക് തുടക്കത്തിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അവരുടെ ഇനിഷ്യൽ റാങ്ക് ഒക്കെ ബാക്കിലായിരിക്കും. പക്ഷേ ഈ കൂട്ടത്തിലും ആ ഒരു സ്വന്തം കോൺഫിഡൻസ് വിടാതെ ആഞ്ഞ് പഠിക്കുന്നവരുണ്ട്. അവരൊരു 6 months ഒക്കെ കഴിയും, അല്ലെങ്കിൽ റിവിഷൻ ഫേസിന് മുമ്പായിട്ട് നമ്മുടെ ഈ സ്റ്റെപ്പ് 1, അതായത് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കുന്ന ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള സമയം കൊണ്ട് സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്ത് ക്രാക്ക് ചെയ്യുന്നവരുണ്ട്. ഇനി 4ാമത്തെ കാറ്റഗറി നോക്കാം. ഇതും മുമ്പത്തെ കാറ്റഗറി പോലെ +1 +2 ടൈമിൽ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ +2 ബോർഡ് എക്സാമിനൊക്കെ കുഴപ്പമില്ലാത്ത റിസൾട്ടായിട്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ ചെന്നത്. എന്നാൽ ഇവരെ റിപ്പീറ്റ് ചെയ്യാൻ ചെല്ലുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ കാറ്റഗറീസിലുള്ളവരുടെ കൂട്ടത്തിലാണ്. സോ അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യുമ്പം തുടക്കത്തിലൊക്കെ റാങ്കൊക്കെ വളരെ ബാക്കിലാണ്. അതിൻ്റെ ഒരു സ്ട്രെസ്സ് കാരണം ചിലപ്പം പഠിത്തത്തിൻ്റെ ട്രാക്കിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്ത് വല്ലാതെ മടുത്തു പോയിട്ടുണ്ടാകും. ഇനി ഇതൊന്നുമല്ല, റിപ്പീറ്റ് ചെയ്യാൻ ചെന്നിട്ട് ആദ്യത്തെ കുറേ കാലം ഉഴപ്പിക്കളഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ചെന്നപ്പെട്ട കോച്ചിങ് സെൻറ്റർ പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ് തന്നിട്ടുണ്ടാകില്ല. ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് റിപ്പീറ്റ് ഇയറിലും സ്റ്റെപ്പ് 1 and 2 ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. മെജോറിറ്റി ആൾക്കാരും ഒരു റിവിഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ആ ഒരു സ്റ്റെപ്പ് 1 ബേസിക് തിയറിയും ബേസിക് കോൺസെപ്റ്റ്സും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ബട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആവശ്യത്തിന് ചെയ്തിട്ടുണ്ടാകില്ല. ഇങ്ങനെയുള്ളവരാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സാം ക്രാക്ക് ചെയ്ത് പോകുന്നത്. ഇനി 3ാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ 4ാമത്തെ അറ്റംപ്റ്റിലൊക്കെ എക്സാം ക്ലിയർ ചെയ്യുന്നവരും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഈ സ്റ്റെപ്പ് 1 and 2 മുൻ വർഷങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നവരാണ്. അപ്പോൾ ഓവറോൾ മനസ്സിലാക്കുക, നീറ്റ് പ്രിപ്പറേഷനിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ആൻഡ് ഐഡിയലി ഈ 2 സ്റ്റെപ്പും +1 +2 ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതുക എന്നുള്ളതാണ്. ബട്ട് അതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. ആൻഡ് അതിനെക്കുറിച്ച് പിന്നീട് വേറൊരു വീഡിയോയിൽ കൂടുതൽ സംസാരിക്കാം. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, all repeaters are not the same and all re-repeaters are not the same. ഇനി നമുക്ക് മെയിൻ ചോദ്യത്തിലോട്ട് കിടക്കാം. ഈ വർഷത്തെ എക്സാം എഴുതി, ബട്ട്
കിട്ടാനുള്ള സാധ്യത കുറവായിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പ്രിപ്പറേഷനിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് 1 and 2 പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ, ഒന്നെങ്കിൽ കൺസെപ്റ്റ്സ് എവിടെയെങ്കിലുമൊക്കെ ഇനിയും ക്ലിയർ ആകാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിവിഷൻ ഫേസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആവശ്യത്തിന് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഒരു വേസ്റ്റ് ആകത്തില്ല. പ്രൊവൈഡഡ് MBBS ഈസ് യുവർ ഡ്രീം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ ഒരു ജോലി തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു വേസ്റ്റ് ആകില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഞാൻ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഒരു 2 വർഷം എടുത്ത് തന്നെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നത്. അതിൽ പലരും +1 +2 കൂട്ടത്തിൽ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ശരിക്കും ചെയ്യും, പിന്നെ ഒരു റിപ്പീറ്റ് ഇയർ കൂടെ കഴിയുമ്പോഴേക്കും ക്രാക്ക് ചെയ്യുന്നു. ഇനി +1 +2 ടൈമിൽ നീറ്റ് പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാത്തവർ ഫസ്റ്റ് റിപ്പീറ്റിൻ്റെ ടൈമിലാണ് ആ ഒരു സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്തൊന്നും ബേസ് ഒക്കെ സെറ്റ് ആകുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ യൂഷ്വലി ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കണം. അതായത് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പ്രിപ്പറേഷൻ എന്തുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് 1 and 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയതെന്നുള്ളതിന് ഒരു റീസൺ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ ഉഴപ്പിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് സെൻറ്റർ ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും പഠിച്ചത്, അപ്പം വീട്ടിലെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും. ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാവും. ഈ സെയിം റീസൺസ് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അതിനാവശ്യമുള്ള രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തിയതിന് ശേഷം മാത്രം റിപ്പീറ്റിന് പോകുക. ഈ ഒരു സമയത്ത് എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിലും സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ നടക്കുന്ന സമയമാണ്. സ്കോളർഷിപ്പ് കണ്ട് ഓടിപ്പോയി അഡ്മിഷൻ എടുക്കരുത്. നല്ല റിസൾട്ട് ഉള്ള ഒരു സ്ഥലത്ത് സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യുക. സോ ലാസ്റ്റ് ഇയർ ഓഫ് പ്രിപ്പറേഷനിൽ നിങ്ങൾ സ്റ്റെപ്പ് 1 and 2 ശരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ലാസ്റ്റ് ഇയറിൽ വന്ന വരുത്തിയ മിസ്റ്റേക്സ് ഈ വർഷം ആവർത്തിക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല. ബട്ട് ഈ ഒരു 2ാമത്തെ വർഷം ഷുഡ് ബി യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. ആ രീതിയിൽ തന്നെ, ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടെ തന്നെ ഈ ഒരു വർഷത്തെ അപ്രോച്ച് ചെയ്ത് പോകണം. 3ാമതൊരു വർഷത്തിലേക്ക് ഇത് നീണ്ടു പോകരുത്. ഇനി ആരാണ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തത്? നിങ്ങൾ ലാസ്റ്റ് ഇയർ ഓഫ് പ്രിപ്പറേഷനിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് 1 and 2 ശരിക്കും കംപ്ലീറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അതായത് നിങ്ങൾ ലാസ്റ്റ് ഇയർ മാക്സിമം എഫേർട്ട് ഇട്ടു, ഇനി അങ്ങോട്ട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ദെൻ റിപ്പീറ്റ് എന്നുള്ളത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വേണം തീരുമാനിക്കാൻ. ഈ രീതിയിൽ അത്യാവശ്യം പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ആയ ഒരാൾക്ക് ഇനി ഒരു വർഷം വേണമെങ്കിൽ പാർഷ്യൽ ഡ്രോപ്പ് എന്ന രീതിയിൽ, അതായത് മറ്റൊരു കോഴ്സിൻ്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിലും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇനി ഈ MBBS അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ പ്രൊഫഷൻ ശരിക്കും നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ ഒരിക്കലും റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോകരുത്. യു വിൽ റിഗ്രറ്റ് ഇറ്റ്. ദാറ്റ് മീൻസ് വീട്ടുകാരുടെ പ്രഷർ കാരണോ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്റ്റേഷൻ കാരണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ കാരണോ കഴിഞ്ഞൊരു വർഷം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല, തോറ്റുപോയി എന്നുള്ളൊരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആലോചിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഡിസിഷൻ. ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് യു വിൽ റിഗ്രറ്റ് ദാറ്റ് ഡിസിഷൻ. ഇനി 3ാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ 4ാമതോ 5ാമതോ ഒക്കെ എഴുതാൻ പോകുന്നവരാണ് നല്ലോണം സീരിയസ് ആയിട്ട് ആലോചിച്ച് ഈ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഓൾറെഡി 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റെപ്പ് 1 ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് ബേസ് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒന്നും ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ മാത്രം ഒരു 3rd ഇയർ റിപ്പീറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിനിടയിൽ നിങ്ങൾ സ്റ്റെപ്പ് 1 and 2 അതായത് തിയറി മനസ്സിലാക്കി ആവശ്യത്തിന് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തു, എന്നിട്ടും ഈ വർഷം നല്ലൊരു റിസൾട്ടിലോട്ട് എത്തുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഒരു വർഷം കൂടെ നിങ്ങൾ ട്രൈ ചെയ്താലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ്. കിട്ടത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ കിട്ടുന്നവരുണ്ട്, ബട്ട് ആ നമ്പർ വളരെ കുറവാണ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്യാവശ്യമൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ ഇനി ഒരു വർഷം കൂടെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പാർഷ്യൽ ഡ്രോപ്പ് എന്ന രീതിയിൽ തന്നെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ 2-3 വർഷം എടുത്തിട്ടും സ്റ്റെപ്പ് 1ഉം 2ഉം കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. അതിൻ്റെ റീസൺ ശരിക്കും എന്താണെന്നുള്ളത് നോക്കണം. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു വളരെ ജെനുവിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇനി അതല്ല, കഴിഞ്ഞ 2 വർഷം പ്രിപ്പറേഷൻ ശരിക്കും നടന്നില്ല, ഓൺലൈനായിട്ടാണ് ചെയ്തത്, ഉഴപ്പിക്കളഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3ാമതൊരു വർഷം ട്രൈ ചെയ്യുമ്പോഴും ഉഴപ്പാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഒരുപാട് പേര് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ പോകുന്നവരുണ്ട്. നിങ്ങളും കഴിഞ്ഞ 2 വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷവും ഈ സ്ട്രെസ്സ് കാരണമാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുളവായതെങ്കിൽ ഇനിയൊരു വർഷം കൂടെ ട്രൈ ചെയ്താലും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇനി കയറാൻ പോകുന്ന പ്രൊഫഷനും ഹൈ സ്ട്രെസ് പ്രൊഫഷനാണ്, നിങ്ങൾക്കറിയാം. അതൊക്കെ ആലോചിക്കുമ്പം അനദർ ഇയർ ഓഫ് റിപ്പീറ്റ് മേ നോട്ട് ബി വർത്ത് ഇറ്റ്. 3rd അറ്റംപ്റ്റിനെ കുറിച്ചും 4th അറ്റംപ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നവരാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു റിപ്പീറ്റർ ഡൂം സൈക്കിൾ എന്നുള്ളൊരു അവസ്ഥയിൽ പെട്ടിരിക്കുന്നവർ. സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, കാരണം എൻ്റെ ബാച്ചിൽ തന്നെ 4th or 5th അറ്റംപ്റ്റിലൊക്കെ ക്ലിയർ ചെയ്ത് വന്നവരുണ്ട്. ബട്ട് അവർക്കൊക്കെ അവരുടെ ഇനിഷ്യൽ പ്രിപ്പറേഷൻ ഫേസിൽ
കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റാതെ പോയതിന് ജെനുവിൻ റീസൺസ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഈ പ്രൊഫഷനോട് അത്രത്തോളം പാഷനും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ജെനുവിൻ റീസണും ഉണ്ട്, നല്ല പാഷനും ഉണ്ടെങ്കിൽ ദെൻ യെസ്, ഒരു 3rd ഇയർ അല്ലെങ്കിൽ ഒരു 4th ഇയർ ഒക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. അതേപോലെ നിങ്ങളുടെ കഴിഞ്ഞ 2 വർഷം തീരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് സ്വന്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദെൻ മേ ബി ഒരു 3rd അറ്റംപ്റ്റ് ഇസ് ഓക്കെ. സൂപ്പർ റിപ്പീറ്റിനെ കുറിച്ച് ആലോചിക്കുന്നവർ ഈ ഒരു ചോദ്യം സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ട്രൈയിങ് അഗെയിൻ? നിങ്ങൾക്ക് വേണ്ടിയാണോ ഒരു തവണയും കൂടെ ട്രൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ, മറ്റാരെങ്കിലും പേടിച്ചിട്ടാണോ? ഈ ഒരു ചോദ്യത്തിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കണം. ഒരുപാട് പേരുണ്ട് 10ാം ക്ലാസ്സും +2 ഒക്കെ അത്യാവശ്യം ടോപ്പ് മാർക്ക് തന്നെ മേടിച്ച് എൻട്രൻസ് പ്രിപ്പറേഷനിലോട്ട് വന്ന് ഇവിടെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നവർ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തോറ്റു പോകത്തില്ല എന്ന് നിങ്ങളെ തന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സൂപ്പർ റിപ്പീറ്റ് എന്നൊക്കെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദെൻ ദർ ഇസ് എ ഹൈ ചാൻസ് യു വിൽ റിഗ്രറ്റ് ഇറ്റ്. അതേപോലെ 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നവർ നിങ്ങളുടെ പേരൻസിൻ്റെ ഒരു സങ്കടം ആലോചിച്ചിട്ടോ, അല്ലെങ്കിൽ അവരിത്രയും ഫീസൊക്കെ സ്പെൻഡ് ചെയ്തതാണ്, അത് വേസ്റ്റായി പോകുമല്ലോ എന്നുള്ള ചിന്തയൊക്കെയാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെങ്കിലും യു ഷുഡ് ഡെഫിനറ്റ്ലി റീകൺസിഡർ. കാരണം അങ്ങനെ നിങ്ങൾ ഒരു തവണ കൂടെ എഴുതിയാലും കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. കിട്ടിയാൽ തന്നെ നിങ്ങൾ ആ പ്രൊഫഷനിലും റിഗ്രറ്റ് അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നിങ്ങൾ റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പ്രിപ്പറേഷനിൽ വന്ന സെയിം മിസ്റ്റേക്സ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ദിസ് ഫോർ യുവർ സെൽഫ്. അങ്ങനെ അല്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ് വിത്ത് നീറ്റ് എക്സാം. ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഇപ്പം തന്നെ ബ്രേക്ക് ചെയ്യണം. പലപ്പോഴും ഈ സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ വീട്ടിൽ ഓൺലൈൻ ഇരുന്നിട്ടായിരിക്കും പഠിക്കുന്നത്. 2-3 വർഷമൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോഴേക്കും വീട്ടുകാർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സങ്കടവും ടെൻഷനും കാണും. അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങളിലുള്ളൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നായിരിക്കും. അതേപോലെ പുറം ലോകമായിട്ടൊക്കെ സോഷ്യലൈസ് ചെയ്യാനൊക്കെ നമുക്ക് മടിയായിരിക്കും. സ്കൂളിലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളിപ്പോഴും ഒരു എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാനുള്ളൊരു മടിയൊക്കെ കാരണം ഇതൊക്കെ നിങ്ങളെ അൾട്ടിമേറ്റ്ലി നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. സോഷ്യലൈസേഷൻ ഹ്യൂമൻ ബ്രെയിനിന് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അത് വല്ലാതെ കുറഞ്ഞു പോയാലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരെ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഇറ്റ്. ജസ്റ്റ് ബ്രേക്ക് അവേ ഫ്രം ഇറ്റ്. ഇങ്ങനെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കും? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അതിന് ബയോളജി ആണെങ്കിൽ തന്നെ ഈ മെഡിക്കൽ ഫീൽഡ് അല്ലാതെയും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് അതിനെ ബേസ് ചെയ്തുള്ള ഒരു കോഴ്സ് ചെയ്യാം. അല്ലാതെ ആ കോഴ്സിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് മാത്രം ആലോചിച്ചും ഡിസിഷൻ എടുക്കരുത്. നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളൊരു സാധനം എടുത്താലേ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പം ആ ഒരു ഫീൽഡിൽ നമ്മൾ ഒരുപാട് സ്കിൽഫുൾ ആവും. അങ്ങനെ സ്കിൽഫുൾ ആവുമ്പോഴാണ് നമുക്ക് ആ ജോലി ഒരു പാഷനായി മാറുന്നത്. ആൻഡ് അതിൻ്റെ പുറകെ ഒരുപാട് പേഴ്സണൽ സക്സസ് ഒക്കെ നമ്മളെ തേടി വരും. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോഴേ വളരെ സ്ട്രോങ് ആണ്. അതിനിയൊരു വരും വർഷങ്ങൾ ഇനിയും ഒരുപാട് അഡ്വാൻസ് ആവും. സോ നിങ്ങൾ എടുക്കാൻ പോകുന്ന ജോലി ഈസിലി റീപ്ലേസബിൾ ആകരുത്. ആ ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിൽ വെക്കണം. കുറച്ച് പേർക്കെങ്കിലും MBBS അല്ലാതെ മറ്റു കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആലോചിച്ചിട്ടില്ലാത്തവരുണ്ടാവും. സ്വന്തമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവരുണ്ടാവും. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി നല്ലൊരു കരിയർ ഗൈഡൻസ് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കരിയർ ഗൈഡൻസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നിനെയും പേരെടുത്ത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ മാത്രം എനിക്ക് ആരെയും പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ബട്ട് നിങ്ങൾ യൂട്യൂബിൽ തന്നെയാണെങ്കിൽ ഒന്ന് ശരിക്കും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ നല്ല ജെനുവിനാണെന്ന് ഉറപ്പുവരുത്തി അങ്ങനെ ഒരു സെൻറ്ററിൽ പോയി നിങ്ങൾ കരിയർ ഗൈഡൻസ് അഡ്വൈസ് എടുക്കുക. എനിക്കറിയാം, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാറ്റഗറീസിൽ ഉൾപ്പെടാത്ത യുണീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനുള്ള പലരും ഉണ്ടാവും. സോ നിങ്ങളുടെ കൺസേൺസ് കമൻറ്റ് ചെയ്യുക. അതിന് ഞാൻ പറ്റുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. സോ ഓവറോൾ ഈ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടുകളെക്കുറിച്ചും അതേപോലെ നീറ്റ് എന്ന എക്സാമുമായിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്നുള്ള ഒരു റിയലൈസേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കെങ്കിലും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ക്ലിയർ ആകാത്ത ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ കേട്ടിട്ട് ഈ റിപ്പീറ്റർ സൈക്കിൾ വിടാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഐ നോ ഇനിഷ്യലി ഇറ്റ്സ് ഗോയിങ് ടു ഫീൽ ലൈക്ക് എ ഡിഫീറ്റ്. പക്ഷേ ഇനി മുമ്പോട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ഫീൽഡ് തിരഞ്ഞെടുത്ത് അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 10 years കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം ഡോക്ടർ ആയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഐ പ്രോമിസ് യു. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു റിപ്പീറ്റർ ഡൂം സൈക്കിളിൽ പെട്ട് കിടക്കുകയാണെന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രേക്ക് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ സ്റ്റേ പോസിറ്റീവ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.